ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെതാ ഇങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ ഫേസ് നിറച്ച് പാടുകളും കുരുവൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ ഫേസ് എങ്ങനെയതാ ഇതുപോലെ ആയെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ യൂസ്ഫുൾ ടിപ്പാണ്, ആവശ്യമുള്ളവർ എന്തായാലും വാച്ച് ചെയ്യണം കേട്ടോ. ആദ്യം ഞാൻ മോർണിംഗ് എഴുന്നേറ്റ പാടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. ഫേസ് നന്നായിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐസ് വാട്ടറിൽ മുഖം ഒരു ബൗളിൽ വാട്ടർ ആക്കിയിട്ട് അതിൽ മുഖം ഇങ്ങനെ ഒരു 5 സെക്കൻഡ് മുക്കി വെക്കും. അങ്ങനെ ഒരു 3 ടൈംസ് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം നന്നായിട്ട് തുടയ്ക്കും. അതിന് ശേഷം ഞാൻ ചെറിയ ഓരോ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം ഒന്ന് കഴുകുകൂടെ ചെയ്യും. അതുപോലെ തന്നെ വീക്ക്ലി ഒരു വട്ടം തൈരും കടലമാവും യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് കൂടെ അപ്ലൈ ചെയ്യും. ഒരു 20 മിനിറ്റ്സ് അതും കൂടെ അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം മുഖം നന്നായിട്ട് ഒരു വാം വാട്ടറിൽ കഴുകിക്കളയുക ചെയ്യുക. അത് വീക്ക്ലി ഒരു വട്ടം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ആണെങ്കിൽ നൈറ്റും സെയിം, അതായത് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ ഐസ് വാട്ടർ വെച്ചിട്ട് മുഖം ഒന്നും കൂടെ നന്നായിട്ട് മോർണിംഗ് ചെയ്ത പോലെ തന്നെ ഈവനിങ് നൈറ്റും ചെയ്തിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം ഞാൻ കിടക്കുന്നതിന് മുന്നായിട്ട് ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു ആയുർവേദിക് സെറം, ആയുർപോട്ടിൻ്റെ ഒരു ആയുർവേദിക് സെറം കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു 1 മന്ത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ നല്ല മാറ്റം വന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഫേസിൻ്റെതും കൂടെ ഞാൻ ഫോട്ടോ ഇപ്പുറത്ത് കൊടുക്കാം. അപ്പം നല്ല മാറ്റമുണ്ട്. ഒരു 1 മന്തായിട്ട് ഇത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അധികം ഓയിൽ ഫുഡ്സൊക്കെ ഒഴിവാക്കി, പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അധികം കഴിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് എൻ്റെ ഫേസ് ഇതുപോലെ ആയത്. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഒരു 1 മന്ത് എങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ബൈ.